Hello my dear students, welcome to our new video. Here we are going to discuss about our fourth chapter named as Web Technologies. അതിനു മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ നടത്തിയ PTA മീറ്റിംഗ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകിയ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, പല ആളുകളും നമ്മൾ അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടും ക്ലാസ്സുകളായിട്ടും ഒക്കെ നൽകുന്ന കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനിലൂടെയാണ് ക്ലാസ്സുകൾ നൽകുന്നതെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യം മാറും. അന്ന് സ്കൂളിലേക്ക് വന്ന് നമ്മൾ പഴയതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പൊ നൽകുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ആ ചെയ്യാത്ത ആളുകൾ ഒരുപാട് ബാക്കിലായി പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇതിന്റെ നഷ്ടം നിങ്ങൾ വിദ്യാർത്ഥികൾക്കാണ് ഉണ്ടാവുക, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ. കറക്റ്റായിട്ട് എക്സാമുകളെല്ലാം നടക്കുകയും ചെയ്യും, റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട സമയത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ പോയ സമയത്തെ കുറിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടാവില്ല. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ ആണ് വെബ് ടെക്നോളജീസ്. വെബ് ടെക്നോളജീസ് ആ പേരിനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ, വെബ് റിലേറ്റഡ് ആയിട്ടുള്ള സംതിങ് ടെക്നോളജീസ് ആണ്. അപ്പൊ എന്താണ് വെബ്സൈറ്റ്? നമുക്കറിയാം, ഇപ്പോ ഉള്ള ഒരുവിധം എല്ലാ ഇടപാടുകളും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഓൺലൈൻ വഴി നടത്തുന്നുണ്ട്. പർച്ചേസിംഗ് ആണെങ്കിലും അല്ലെ, ഓൺലൈൻ പർച്ചേസിംഗ് നിങ്ങൾക്ക് അറിയുണ്ടാവും, ടിക്കറ്റ് റിസർവേഷന്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ പോലും ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, അതും അതിൻ്റെതായ വെബ്സൈറ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവിധ കാര്യങ്ങളും ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു വെബ്സൈറ്റ് എന്നുള്ളത് പറയാം. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. അപ്പൊ വെബ് പേജുകളുടെ കൂട്ടത്തെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നോക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു വെബ് പേജ് എന്ന് പറഞ്ഞാൽ? വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. HTML ലാംഗ്വേജ്, HTML എന്നുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, 10th പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, എല്ലാവരും അത് അറിയണം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, HTML. അപ്പൊ ഈ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഇന്റർനെറ്റിന്റെ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? HTML-നെ കണക്കാക്കാവുന്നതാണ്. പിന്നെ നമ്മള് വേറെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വെബിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. വെബിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സാധ്യമാകുന്നു? നമ്മൾ ഒരു വെബ്സൈറ്റ് എങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യല്? നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ എന്താ വെച്ചാല് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൽ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പറയും ബ്രൗസേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയണതാണ്. ഒരുപാട് നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. ബ്രൗസേഴ്സിന് എക്സാമ്പിൾസ്
മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഒപ്പേര മിനി, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അതൊക്കെ ബ്രൗസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ ബ്രൗസേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ എന്താ തീർച്ചയായിട്ടും ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം എന്നർത്ഥം. നമ്മൾ ഈ ബ്രൗസർ എന്താണെന്നുള്ളതും ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിന്റെ ഗുണം എന്താ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ, അതിനെ നമ്മൾ ക്ലൈന്റ് എന്ന് പറയും. ബ്രൗസറിനെ ക്ലൈന്റ് എന്ന് പറയും. അത് ആവശ്യക്കാരൻ എന്നുള്ള അർത്ഥം ആദേശം മതി. നമ്മളാണ് ആവശ്യക്കാരൻ. ഇത് നമുക്ക് കിട്ടുന്ന എവിടുന്നാണ്? വെബ് സെർവറിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. വെബ് സെർവർ. അപ്പൊ ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പോ ക്ലൈന്റ്, വെബ് സെർവർ അല്ലെങ്കിൽ സെർവർ. എന്താ സെർവർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. സെർവർ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ട്, സെർവ് ചെയ്യുന്ന ആള് അല്ലെ, സെർവ് ചെയ്തുകൊണ്ട്. എന്താണ് ക്ലൈന്റിന്റെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച്, ആ ആവശ്യങ്ങൾക്കനുസരിച്ച് സെർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് ആ ഹോട്ടലില് ഉള്ള വെയിറ്റേഴ്സ് ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ അവരെന്താ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവിടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സെർവ്, അവരുടെ മറ്റേ എന്താ പറയാ ഉദ്ദേശം തന്നെ എന്താണ്, സെർവ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് സർവേഴ്സ് 2 തരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ഡെഡിക്കേറ്റഡ് സർവേഴ്സ്, നോൺ ഡെഡിക്കേറ്റഡ് സർവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ഡെഡിക്കേറ്റഡ് സെർവർ എന്നുള്ള ആലോചിച്ചാൽ മതി. അതായത് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വെബ് സെർവർ എന്താ, അല്ലെങ്കിൽ സെർവർ എന്ന് പറയുമ്പോൾ എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാം. അപ്പൊ അത്രയും മനസ്സിലാക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പഴയതിലേക്ക് പോകാം. നമ്മൾ ക്ലൈന്റ് എന്ന് പറയുമ്പോൾ ബ്രൗസറിൽ നിന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു URL ഉണ്ടാവും. ഏത് വെബ്സൈറ്റിനും ഒരു URL ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഏത് വെബ് പേജിനും URL ഉണ്ടാവും. URL എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. ഒരു URL-ന് 3 പാർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയായിരിക്കുന്നു. ഡൊമൈൻ നെയിം, പിന്നെ പ്രോട്ടോകോള്, പിന്നെ എന്താ പറയുക ഫയൽ നെയിം ഒക്കെ പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ഗൂഗിളിന്റെ URL നമുക്ക് എങ്ങനെ പറയാം, http://www.google.com എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊരു URL ആണ്, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ നെയിം ആണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ പേരാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു URL നമ്മളുടെ ബ്രൗസറിൽ നൽകിക്കഴിഞ്ഞാൽ, അഡ്രസ് ബാറിൽ നൽകിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എന്താ പറയാ വെബ്സൈറ്റ് റിക്വസ്റ്റ് ചെയ്യാണ്. ആരോട്? വെബ് സെർവറിൽ നിന്ന് നമുക്ക് കിട്ടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബ്രൗസർ DNS-ലേക്കാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. DNS നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതാ പറയുന്നത്, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നത് സെക്കൻഡ് ഇയറിൽ എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയും. ഡൊമൈൻ നെയിം സിസ്റ്റം സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്താണ് DNS-ൽ ഉണ്ടാവുക? DNS-ൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡൊമൈൻ നെയിമുകളും അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സുകളുമാണ് DNS-ൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഒരുപാട് ഡൊമൈൻ നെയിംസ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റുകളുടെ പേര് ഒന്ന് ആലോചിച്ചാൽ മതി. അതിന് കറസ്പോണ്ടിങ്, അത് ഏത് സെർവറിലാണ് ഇരിക്കുന്നത്, ആ സെർവറിന് കറസ്പോണ്ടിങ് ആയുള്ള IP അഡ്രസ്സുമാണ് എന്തുണ്ടാവുക, ഈ DNS സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ബ്രൗസർ DNS സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. എന്താണ്? ഇപ്പോൾ ഗൂഗിളിന്റെ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ IP അഡ്രസ്, സെർവർ IP അഡ്രസ്, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയുള്ള IP അഡ്രസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ DNS എന്ത് ചെയ്യുന്നു? ആ റിക്വസ്റ്റ് ചെയ്തതിനെ റെസ്പോണ്ട് ചെയ്യാണ്. ഇങ്ങനെ IP അഡ്രസ് നൽകിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അത് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? IP അഡ്രസ് എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെ. ഈ IP അഡ്രസ് എന്താ സംഭവം? നമ്മള് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക 2 അതിൽ കൂടുതലോ, നമ്മൾ വളരെ സിമ്പിളായി പറഞ്ഞു, 2 അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ സാധാരണ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ മാത്രമായിരിക്കില്ല, പല സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ. നോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ. ഓരോ ഉപകരണങ്ങൾ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഉപകരണങ്ങൾ എന്ത് പറയുന്നു? നോഡ്സ് എന്നുള്ളൊരു വാക്കുകൾ ഓർമ്മ ഉണ്ടാവും. അപ്പോ
ഇങ്ങനെ നമ്മൾ ആ നെറ്റ്വർക്കിൽ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യൽ നിർബന്ധമാണ്. എന്നാലുള്ളൂ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന ആൾക്ക് അല്ലെ ഇന്ന ഡിവൈസിലേക്ക് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഇപ്പൊ നമ്മളൊരു കത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലെറ്റർ ഒരാൾക്ക് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കണം അല്ലെ. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞായിരുന്നു, ഒരു സ്ഥലത്ത് രണ്ട് ഒരേ പേരിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, വീട്ടുപേര് വെച്ചിട്ടോ ഫാദറിന്റെ നെയിം വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിലെ ഓരോ ഡിവൈസിനും പ്രത്യേകം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. അതിന് IP അഡ്രസ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ IP അഡ്രസ്സ് ലഭിച്ചു കഴിഞ്ഞാല് നമ്മളെ ബ്രൗസർ ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും വെബ് സെർവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും വെബ് സെർവറിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് ഏതാണെങ്കിൽ, വെബ് പേജ് ഏതാണെങ്കിൽ ആ വെബ് പേജ് നമ്മളുടെ ബ്രൗസറിലേക്ക് ലഭിക്കുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി കുറച്ചുകൂടി ആധികാരികമായിട്ട് അതിലേക്ക് പോകാം. ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ആ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസുകളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം അല്ലെ, ഒരു പരസ്പര ധാരണ ഉണ്ടാവണം, എന്നാലത് മുന്നോട്ട് പോകുള്ളൂ. ആ പരസ്പര ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ പ്രോട്ടോകോൾ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ടൊരു പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. TCP/IP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, TCP/IP എന്നുള്ളത് നമ്മൾ ചുരുക്ക പേരിൽ പറയും. അപ്പൊ ഈ TCP എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു ഡാറ്റ ഒരു സെന്ററിൽ നിന്ന്, ഇപ്പൊ നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ടാകും, ആ പിക്ചറിൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യാണ്. സെന്റർ എന്ന് പറയുന്ന ഡിവൈസ് അല്ലെ, സെന്റർ ഡിവൈസിൽ നിന്നും റെസിപ്പിയന്റ് ഡിവൈസിലേക്ക്, ആ നെറ്റ്വർക്കിലെ ഒരുപാട് ഡിവൈസുകളുണ്ട്, അതിൽ 2 ഡിവൈസുകളാണ്, ഇത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ മറ്റേ സെന്റർ ഉണ്ട്, റെസിപ്പിയന്റ് ഉണ്ട്. സെന്ററിലത്തെ TCP, അതിലത്തെ ആ TCP എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ആ ഒരു പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നു, ഇത് കാണാൻ പറ്റുന്ന സാധനമല്ല, സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സൂട്ടാണ്. ഇതിനെ എന്ത് ചെയ്യുന്നു, അയക്കുന്ന ഡാറ്റയെ ചെറിയ ഡാറ്റ പാക്കറ്റ്സുകളായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പ് 1 പറയുന്നത്. ചെറിയ ഡാറ്റ പാക്കറ്റ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യുന്നു. നെറ്റ്വർക്കിൽ വിവിധ റൗട്ടറുകളിലൂടെ എന്ത് ചെയ്യുന്നു, അത് പാസ് ചെയ്തിട്ട് കറക്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളുടെ IP അഡ്രസ്സിന്റെ ഒപ്പം അവിടെ കറക്റ്റ് ആയിട്ട് എവിടെ എത്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എത്തും. ആ IP അഡ്രസ് ഉള്ള ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ റെസിപ്പിയന്റ് നോഡ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ, ആ കമ്പ്യൂട്ടറിലേക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയും അവിടെ TCP ഉണ്ട്. ആ TCP എന്ത് ചെയ്യുന്നു, ഇതിനെ റീഅസംബിൾ ചെയ്തിട്ട് പഴയ ഫോമിലേക്ക് ആക്കിയിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ബേസിക് ആയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. HTTP, SMTP ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. HTTP എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ഈ IP എന്ന് പറയുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ടല്ലോ, IP, അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ഇതൊക്കെ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ അതേപോലെ തന്നെ SMTP എന്നുണ്ടായിരുന്നു അല്ലെ, ഇമെയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, SMTP. അപ്പൊ HTTP എന്താ നമ്മൾ പറഞ്ഞു, വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് HTTP. പിന്നെ ഇമെയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് SMTP പോലുള്ള സംഭവങ്ങൾ. നമ്മൾ ഇതിൽ പറയുന്നത് 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്. വെബ് കമ്മ്യൂണിക്കേഷൻ 2 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്നത് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലയന്റ് ടു വെബ് സെർവർ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ക്ലയന്റ് ടു വെബ് സെർവർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ക്ലയന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആലോചിച്ചാൽ മതി, നമ്മളൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഓൺ ചെയ്തിട്ട് അതിലൊരു ബ്രൗസർ എടുത്തിട്ട് ആ ബ്രൗസറിലൂടെ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. അപ്പോൾ ആ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ ആണ് അവിടുത്തെ ക്ലയന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്, ആരുമായിട്ട്, വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പല തരത്തിലുള്ള ഡാറ്റകള് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്.
എവിടുന്ന് ക്ലയന്റിൽ നിന്ന് സെർവറിലേക്കും, സെർവറിൽ നിന്ന് ക്ലയന്റിലേക്കും ഒരു ഡാറ്റ ഫ്ലോ നടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ ആ ബാങ്കിങ് ട്രാൻസാക്ഷന്റെ യൂസർ നെയിം, പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ് പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല ഡാറ്റകൾ ഉണ്ടാവും. ആ ഡാറ്റകളെല്ലാം ഹാക്കേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ടെക്നോളജീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇത്തരം അവസരത്തിൽ HTTPS എന്ന് പറയും, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന, ഇപ്പൊ യൂസർ നെയിമാണ്, പാസ്വേഡ് പോലുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഡാറ്റകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻക്രിപ്റ്റഡ് ഫോമിൽ സെൻഡ് ചെയ്യാൻ പറ്റും. എൻക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ആക്ച്വൽ ഡാറ്റ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സെൻഡ് ചെയ്യാൻ പറ്റും. ഈ HTTPS എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് SSL സെക്യൂർ സോക്കറ്റ് ലെയർ, ഇതൊരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണ്. HTTPSന്റെ കൂടെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണ് SSL. ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. SSL എന്താന്നുള്ളത്, സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, HTTPക്ക് കുറച്ചുകൂടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാപ്പബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? SSL ടെക്നോളജി, സെക്യൂർ സോക്കറ്റ് ലെയർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് SSL പ്രോട്ടോകോള് ജസ്റ്റ് ഒരു പ്രൈവസി എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ആൾസോ എൻഷുർസ് ദാറ്റ് നോ അതർ വെബ്സൈറ്റ്സ്, മറ്റുള്ള വെബ്സൈറ്റ്സുകൾ ക്യാൻ ഇംപേഴ്സണേറ്റ് ദി യൂസേഴ്സ് ലോഗിൻ അക്കൗണ്ട് നോർ ആൾട്ടർ ദി ഇൻഫർമേഷൻ സെൻഡ്. നമ്മൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷനുകളെ ആൾട്ടർ ചെയ്യുന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുന്നത്. പിന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്രൗസറിലൂടെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സെർവറിലേക്ക് ഒരു വെബ്സൈറ്റ് ചോദിച്ച് റിക്വസ്റ്റ് പാസ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് DNS സെർവറിന് IP അഡ്രസ് കിട്ടിയതിനൊക്കെ ശേഷം കേട്ടോ, അതിന് ശേഷം നമ്മൾ വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ, ഓരോ വെബ്സൈറ്റുകൾക്കും SSL സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. SSL സർട്ടിഫിക്കറ്റ്സ്, അതായത് ഇത് കറക്റ്റ് ആണോ, വാലിഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രൗസറിൽ ഇപ്പോൾ SBI ബാങ്കിങ് വെബ്സൈറ്റ് ഉണ്ടല്ലോ, SBI ഓൺലൈൻ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഹോം പേജ് വരുമ്പോൾ തന്നെ ആ ഒരു അഡ്രസ് ബാറിൽ ഒരു ലോക്കിന്റെ ചിഹ്നം ഉണ്ടാവും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, SSL സർട്ടിഫിക്കറ്റ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ടാകും. ഫസ്റ്റ് ബ്രൗസർ എന്ത് ചെയ്യുന്നു, ഒരു സെർവറിലേക്ക് SSL സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അവിടുന്ന് തിരിച്ച് സെർവർ SSL വെബ്സൈറ്റിന്റെ റിക്വസ്റ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ SSL സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് ബ്രൗസർ ചെക്ക് ചെയ്യുന്നു ഇത് വാലിഡ് ആണോ എന്നുള്ളത്. ഓക്കെ, വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു എൻക്രിപ്റ്റഡ് സെഷൻ അവിടെ, പിന്നെ ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതൊക്കെ ഏത് ഫോമിലായിരിക്കും? എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. അപ്പൊ ആ എൻക്രിപ്റ്റഡ് ഫോമിൽ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള വെബ് ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. വെബ് സെർവർ ടു വെബ് സെർവർ, ആ പേരിൽ തന്നെ ഉണ്ട്, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. അപ്പൊ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി നമുക്ക് പറയാം. നമ്മളിപ്പോ ഒരു ഓൺലൈനായിട്ടൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വിചാരിക്കും. ആമസോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആമസോണിന്റെ സെർവറുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ട് വെബ്സൈറ്റിലൂടെ ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളത് പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്കിന്റെ സെർവറും നമ്മളെ ബാങ്കിന്റെ സെർവർ മറ്റേ നമ്മളുടെ ആമസോണിന്റെ സെർവറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാക്കണം അല്ലെ. അത് പലതരത്തിലൊക്കെ പേയ്മെന്റ് ഗേറ്റ് വേസ് ഉണ്ട്. ആ പേയ്മെന്റ് ഗേറ്റ് വേസിലൂടെയാണ് അത് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നടക്കുന്നത് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞു. ഒന്ന് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. വിവിധ തരത്തിലുള്ള വെബ് സെർവർ ടെക്നോളജീസ് ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ഇതിൽ നമ്മൾ വെബ് സെർവർ എന്താണെന്നുള്ളതും ഡാറ്റാ സെന്റർ എന്താണെന്നുള്ളതും ഒരു വെബ് സെർവർ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതും അതിന് എക്സാമ്പിൾസ് എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞു ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ക്ലയന്റ് ടു സെർവർ, അപ്പൊ ഈ സെർവർ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒരു ബ്രീഫ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചൊരു കാര്യം പറഞ്ഞു. സെർവർ എന്ന് പറയുമ്പോൾ സെർവ് ചെയ്യുക അല്ലെ, വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ സെർവ് ചെയ്യുക, പലതരത്തിലുള്ള സർവീസുകൾ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വെബ് സെർവർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവിങ് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസുകളാണ് സെർവ് ചെയ്യേണ്ടതെന്നനുസരിച്ചിട്ടായിരിക്കും അതിനൊരു പ്രീഡിഫൈൻഡ് ആയിരിക്കും അത്. പിന്നെ ഒരു സെർവർ എന്ന് പറയുമ്പോൾ ആ സെർവർ ഏത് തരത്തിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആർക്ക്, ക്ലയന്റിന്, ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് പ്രീഡിഫൈൻഡ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സംതിങ് സാധനങ്ങൾ എന്താണെന്നുള്ളത് പറയാം, അത് നമ്മളുടെ ആ വെബ് സെർവറിൽ ഇൻസ്റ്റാൾഡ് ഉണ്ടായിരിക്കണം. നാളെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലയന്റിന് ആവശ്യാനുസരണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു വെബ് സെർവർ എന്നുള്ളതാണ്. ഒരു വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അതൊരു നോർമൽ കമ്പ്യൂട്ടറിനെ പോലെ നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള കമ്പ്യൂട്ടറിനെ പോലെയുള്ള ഒരു നോർമൽ കമ്പ്യൂട്ടർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആ കമ്പ്യൂട്ടർ ആണ്, പക്ഷെ അതിനെന്താണ്, പവർഫുൾ കമ്പ്യൂട്ടറാണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്. അപ്പൊ ഈ പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അപ്പൊ അതിൽ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് അല്ലെ. പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ വിച്ച് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ, എപ്പോഴും അത് ഓൺ ആയിരിക്കും. കാരണം എന്താ, ഏത് സമയത്തും ഇപ്പൊ നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്കാം, ഏത് സമയത്തും നമ്മൾ ഗൂഗിളിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് എന്തിട്ടുണ്ട്, റെസ്പോൺസ് കിട്ടുന്നില്ലേ. അത് ഏത് അർദ്ധരാത്രി ആണെങ്കിലും ഏത് പുലർച്ചെയാണെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ, ഏത് സമയത്തും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കണം, ഓൺ ആയിരിക്കണം, സ്വിച്ച്ഡ് ഓൺ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് കണക്ട്സ് വിത്ത് എ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇന്റർനെറ്റ് കണക്ഷൻ. ഒരു ഹൈ ബാൻഡ്വിഡ്ത്ത്, അതായത് ഒരുപാട് റിക്വസ്റ്റുകൾ ഒരേ സമയം വരുന്നുണ്ട്, അതിനെല്ലാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ബാൻഡ്വിഡ്ത്തോട് കൂടിയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു വെബ് സെർവർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഉണ്ടായിരിക്കും. വെബ് സെർവർ അതായത് ഇത്ര ആലോചിക്കൊണ്ടുള്ളൂ. ഗൂഗിളിന്റെ സെർവറിനൊക്കെ ആലോചിച്ചോളാണെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഒരേ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റുകൾ അതിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആവശ്യങ്ങൾ അല്ലെ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ടൂർ പോകണമെന്നുണ്ടെങ്കിൽ ആ ടൂർ പോകുന്നതിനെ കുറിച്ച് നമുക്ക് അവിടുത്തെ സ്ഥലത്തിനെ കുറിച്ച് അറിയില്ല. നമ്മളെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടേക്ക് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, അങ്ങനത്തെ പല കാര്യങ്ങൾ, അവിടുത്തെ ഹോട്ടൽസ് ഏതൊക്കെയാണ്, എല്ലാവിധ കാര്യങ്ങളും അറിയണം. നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിളിനോട് ചോദിക്കണ്ടില്ലേ, അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരേ സമയത്തിന് ഗൂഗിളിന്റെ സെർവറിലേക്ക് എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ചെറിയ ഒരു നമ്മൾ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രൊസസ്സറിനെ കൊണ്ട് അത് താങ്ങില്ല. അപ്പോ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് എന്തിലുണ്ടാവും, ഈ പറഞ്ഞ സെർവറിൽ, വെബ് സെർവറിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, ഫാസ്റ്റ് ആക്സസോട് കൂടിയുള്ള റാം, അതുപോലെ തന്നെ ഹ്യൂജ് മെമ്മറി, അതിന്റെ ആ ഹാർഡ് ഡിസ്കിന്റെ പെർഫോമൻസും വളരെ ഹൈ ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റിയോട് കൂടിയിട്ട്, പിന്നെ ഇതർനെറ്റ് കാർഡ്സ്, പിന്നെ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കി തരാൻ വേണ്ടിയാണ് ഇതർനെറ്റ് കാർഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റിയോട് കൂടിയിട്ടുള്ള പവർഫുൾ കമ്പ്യൂട്ടറിനെയാണ് എന്ത് പറയുന്നത്, വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെബ് സെർവറിലൂടെ പലതരത്തിലുള്ള സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയന്റിനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇമെയിൽ എന്ന് പറയുന്ന ഒരു സർവീസ്, www എന്ന് പറയുന്ന വേറെ സർവീസ്, പിന്നെ ബ്ലോഗ് സർവീസ്, അതൊക്കെ എക്സാമ്പിൾസ് മാത്രമാണ്. അങ്ങനെ ഒരുപാട് സർവീസുകൾ നൽകുന്നുണ്ട്. അതിന് ചില ഇമ്പോർട്ടന്റ് ആയ സർവീസുകൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ട്, ഈ പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു, നമ്മൾ അതിന് ഇന്ന സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെക്കണല്ലോ അല്ലെ. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് ഒരു പ്ലേസ് ഉണ്ടാവും, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ടുള്ള ഫിസിക്കൽ ലൊക്കേഷനാണ് എന്ന് പറയുന്നത് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഡാറ്റാ സെന്റർ നമുക്ക് ഇങ്ങനെ പറയാം, എ ഡാറ്റാ സെന്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ. എ ഡാറ്റാ സെന്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ വേർ ഓർഗനൈസേഷൻസ് ഹൗസ്. ഓക്കെ,
their servers and networking systems. അപ്പോൾ സെർവറിന്റെ നെറ്റ്വർക്കിംഗ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ അതിന്റെ എല്ലാവിധ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഹൗസ്, അതിനാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫിസിക്കൽ ലൊക്കേഷനാണ് എന്ത് പറയുന്നത്, ഡാറ്റ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡാറ്റാ സെന്ററിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സ്റ്റോറിംഗ്, പ്രോസസിംഗ്, സർവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് മിഷൻ ക്രിട്ടിക്കൽ ഡാറ്റ ടു ദെയർ ക്ലയൻസിന് ഒരുപാട് തരത്തിലുള്ള ഡാറ്റാസുകൾ സെർവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡാറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ ഡാറ്റാ സെന്ററിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു എപ്പോഴും സ്വിച്ച് ഓൺ ആയിരിക്കണം സെർവർ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇതിന് എന്തൊക്കെ ആവശ്യമായിട്ട് വരും, നല്ലൊരു പവർ സപ്ലൈ സിസ്റ്റം, ഒരു ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റം ആവശ്യമാണ്. അതുപോലെ കൂളിംഗ് സിസ്റ്റംസ്, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻസ്, സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതെല്ലാം ആവശ്യമായിട്ട് വരും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു വെബ് സെർവർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും അതിൻ്റെതായ സോഫ്റ്റ്വെയർ പാക്കേജുകളും ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലിനക്സ് വേർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഹാറ്റ്, OpenSUSE, Debian, Ubuntu ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് സെർവർ, FreeBSD, Oracle Solaris ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വിവിധ തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് പറഞ്ഞു അല്ലെ. ഇപ്പോ നമ്മള് ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, ആ ഒരു സെർവർ സെറ്റപ്പ് ഒക്കെ ചെയ്തു എന്ന് കഴിഞ്ഞാൽ ഇനി വേറെ നമുക്ക് വേണമെങ്കിൽ വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഉണ്ട്. FTP എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോള്, പിന്നെ ഇമെയിൽ, DNS, ഡൊമൈൻ നെയിം സിസ്റ്റം, പിന്നെ ഡാറ്റാബേസ്, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സർവീസുകളൊക്കെ നമുക്ക് ക്ലയന്റുകൾക്ക് ആ സെർവറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൽകാൻ പറ്റും എന്ന് അർത്ഥം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു സെർവർ എന്താണെന്നുള്ള നമ്മൾ പറഞ്ഞു, വെബ് സെർവർ എന്താണ്, ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറഞ്ഞൊരു ടേമാണ്. സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്, ഈ സോഫ്റ്റ്വെയർ പോർട്സ് പറയുമ്പോൾ ഹാർഡ്വെയർ പോർട്സ് നമ്മൾ പ്ലസ് വൺ പഠിച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ പോർട്സ് അല്ലെ, നമ്മൾ ഒരു പെൻഡ്രൈവ് അല്ലെങ്കിൽ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് USB പോർട്ട് ഒരു എക്സാമ്പിൾ ആണ്. USB പോർട്ട്, പിന്നെ എന്താ പറയാ PS2 പോർട്ട്, മൗസ് അല്ലെങ്കിൽ കീബോർഡ് കണക്ട്. ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ എല്ലാ മൗസും കീബോർഡൊക്കെ USB പോർട്ട് ഉള്ളതാണ്. പിന്നെ VGA പോർട്ട് അല്ലെ, മോട്ടോർ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് VGA പോർട്ട്. അങ്ങനെ പലതരത്തിലുള്ള പോർട്ടുകൾ, ഹാർഡ്വെയർ പോർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞ പോലെ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പോർട്ടുകളാണ്. ഇപ്പൊ ഈ ഹാർഡ്വെയർ പോർട്ടുകൾ ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെർവറിൽ വിവിധ തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു അല്ലെ. അപ്പൊ ആ സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ സോഫ്റ്റ്വെയർ കോഡ് നമ്പർ ഉണ്ട്. ആ കോഡ് നമ്പർ 16 ബിറ്റ് ആയിട്ടാണ് പറയാം. 16 ബിറ്റ് ആയിട്ടാണ് പറയാം. നിങ്ങളിപ്പോ കാണുന്ന ഈ ടേബിളില് കുറച്ച് ഡിഫോൾട്ട് കോഡ് നമ്പറും അതിന് കറസ്പോണ്ടിങ് സർവീസുകളും പറയുന്നുണ്ട്. ഈ ടേബിളിൽ ഇപ്പോൾ നമ്മള് 80 എന്ന് പറയുന്നത് അതിൽ HTTP സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. HTTP എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കോഡ് നമ്പർ ഏതാണ് എന്നുള്ളത് അത് കൂടുതലായിട്ട് കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലത്തെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുമില്ലെങ്കിൽ മാച്ച് ദ ഫോളോവിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിള് നന്നായിട്ട് പഠിക്കണം എന്നർത്ഥം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DNS സെർവേഴ്സ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങിയതിന്റെ ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു DNS എന്താണെന്നുള്ളത്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്നുള്ളതാണ് അല്ലെ, ഡൊമൈൻ നെയിം സിസ്റ്റം സർവേഴ്സ്. നമ്മൾ പറഞ്ഞു ഈ DNS സെർവറിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുന്നത്, ഒരുപാട് ഡൊമൈൻ നെയിമുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സുമാണ് എന്തിലുണ്ടാവുക, അതിന്റെ IP അഡ്രസ്സുകളാണ് എന്തിലുണ്ടാവുക, DNS സെർവറിൽ ഉണ്ടാവുക. ഈ DNS സെർവറിൽ ഇപ്പൊ നമ്മള് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇപ്പോ ഞാൻ BSNLന്റെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP എന്ന് പറയും, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ BSNL ആണ്. ഇപ്പൊ BSNL സ്വന്തമായിട്ട് എന്തുണ്ടാവും, ഒരു DNS സെർവർ ഉണ്ടാവും. BSNL സ്വന്തമായിട്ടൊരു DNS സെർവർ ഉണ്ടായിരിക്കും. അപ്പൊ ഞാന് ഇപ്പോ manorama.online.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രൗസറിലൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്റെ ISP-യുടെ എന്ന് പറയുമ്പോൾ BSNL എന്റെ ISP-യുടെ DNS സെർവറിലേക്കാണ് റിക്വസ്റ്റ് പോകുന്നത്. അപ്പൊ ഈ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് തിരിച്ചു തരുന്നു. ഇൻ കേസ് നമ്മൾ ആവശ്യപ്പെട്ട വെബ്സൈറ്റിന്റെ IP അഡ്രസ് ആ DNS-ൽ ഇല്ല എങ്കിൽ, ലോകത്ത് ഒരുപാട് DNS ഉണ്ട്, ആ DNS ഒക്കെ എന്താണ്, നെറ്റ്വർക്ക്ഡ് ആണ്.
ഓക്കെ, ഒരു 13 റൂട്ട് DNS സെർവേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എവിടുന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ആ വെബ്സൈറ്റിന്റെ IP അഡ്രസ് തപ്പിപ്പിടിച്ച് നമുക്ക് തരുന്നുണ്ട്. ഇനി ഒരു വിധത്തിൽ നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അത്തരം ഒരു സാഹചര്യത്തിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്രൗസർ ആദ്യം തന്നെ IP അഡ്രസ്സിന് വേണ്ടിയിട്ട് DNS സെർവർക്ക് റിക്വസ്റ്റ് കൊടുക്കുകയല്ല ചെയ്യുക. ആദ്യം ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ നോക്കും. അവിടെ അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാഷിൽ ഉണ്ടോ നോക്കും. ക്യാഷ് മെമ്മറി നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലെ. അപ്പൊ അതിലുണ്ടോ നോക്കും. അതിലും ഇല്ലാന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ISP-യുടെ DNS സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ തിരിച്ചു കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് ലഭിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ടിൽ ഇതിനെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇതൊരു അസൈൻമെന്റ് ലെവലിൽ എടുത്താൽ മതി. ഇതിലത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം.